ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ കേരള പാഠാവലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ കേരള പാഠാവലിൻ്റെ 2-3 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ചോദ്യങ്ങൾ വായിക്കാനും ഉത്തരങ്ങൾ ക്രമപ്പെടുത്താനും ഈ സമയം വിനിയോഗിക്കേണ്ടതാണ്. ആകെ 1.5 മണിക്കൂറാണ് സമയമുള്ളത്. 40 മാർക്കിനാണ് ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും ശ്രദ്ധാപൂർവം വായിച്ച് ഉത്തരം എഴുതുമ്പോൾ സ്കോർ, സമയം എന്നിവ പരിഗണിക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ. ഈ വരികളിൽ യോജിക്കുന്ന ആശയം കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ 1, ചെടികളും പുൽകളും പുഴുക്കളും ഒരേ കുടുംബമല്ല. എല്ലാ ജീവജാലങ്ങളും സ്വന്തം കുടുംബാംഗങ്ങളാണ്. സ്വന്തം കുടുംബത്തെയും തറവാട്ടുകാരെയും പ്രധാനമായി കാണുന്നു സ്വന്തം കുടുംബത്തോടുള്ള പ്രത്യേകമായ ഇഷ്ടം. ഇത് ശരിയായ ഉത്തരം എന്താണ്? ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ എന്നതിൻ്റെ അർത്ഥം എല്ലാ ജീവജാലങ്ങളും സ്വന്തം കുടുംബാംഗങ്ങളാണ്. രണ്ടാമത്തെ ചോദ്യം, ഒരിക്കലും മുമ്പേ നിശ്ചയിച്ചുറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ സഞ്ചാരപദങ്ങൾ. അടിവരയിട്ട പദത്തിൻ്റെ വിഗ്രഹാർത്ഥം എന്ത്? അപ്പോൾ സഞ്ചാരപദങ്ങൾ എന്നത് നമ്മൾ വിഗ്രഹിച്ചെഴുതുമ്പോൾ നമുക്ക് എഴുതാം സഞ്ചാരത്തിൻ്റെ പദങ്ങൾ. എന്താണ് സഞ്ചാരത്തിൻ്റെ പദങ്ങൾ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഒരിക്കലും മുമ്പേ ഇനി മൂന്നാമത്തെ ചോദ്യം, ദിനപ്രതി വന്ന വാർത്തകൾ മനുഷ്യസ്നേഹികളുടെ ഉറക്കം കെടുത്തി എന്ന പ്രയോഗം സൂചിപ്പിക്കുന്ന എന്ത്? ദുസ്വപ്നം കൊണ്ട് അസ്വസ്ഥമാക്കി ഉറങ്ങാൻ പ്രേരിപ്പിച്ചു, നന്നായി ഉറങ്ങി. അപ്പോൾ ഉറക്കം കെടുത്തുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? അസ്വസ്ഥരാക്കി എന്നാണ് അർത്ഥം. ഇനി അടുത്ത ചോദ്യം, ഇത്രയും ചൊല്ലി പിരിഞ്ഞു പോയുമ്മ എന്നുൾത്തട്ടിൽ കാപട്യം വെന്തെരിഞ്ഞു. ഈ വരി കാപട്യം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഇത്രയും ചൊല്ലി പിരിഞ്ഞു പോയുമ്മ എന്നുൾത്തട്ടിൽ കാപട്യം വെന്തെരിഞ്ഞു. അപ്പോൾ കാപട്യം സന്തോഷം, കള്ളത്തരം, സ്നേഹം, ആത്മാർത്ഥത. അപ്പോൾ എന്താണ് കാപട്യം എന്ന കൊണ്ട് ഈ വരിയിൽ അർത്ഥമാക്കുന്നത്? ആത്മാർത്ഥത. ഇനി അടുത്തത് മാതൃക പോലെ പിരിച്ചെഴുതുക. ചുള്ളിക്കമ്പ്, ചുള്ളി പ്ലസ് കമ്പ്. അതേപോലെ മയിൽപ്പീലി നമുക്കറിയാം എങ്ങനെ എഴുതാം? മയിൽ പ്ലസ് പീലി. 2 പാ വേണ്ട, 1 പാ മതി. ഓക്കെ, പീലി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. മാതൃക പോലെ എഴുതുക. നദീജലം, നദിയിലെ ജലം. അശാന്ത നഗരം, അശാന്തമായ നഗരം. നദീജലം, നദിയിലെ ജലം. അശാന്ത നഗരം, അശാന്തമായ നഗരം. ഇനി അടുത്ത ചോദ്യം നോക്കാം. അമ്മയുടെ മനസ്സും മുഖവും പൂത്തുലഞ്ഞു. വസന്തകാലമായപ്പോൾ പ്രകൃതി പൂത്തുലഞ്ഞു. അടിവരയിട്ട പദങ്ങൾ വാക്യത്തിന് നൽകുന്ന അർത്ഥവ്യത്യാസം കുറിക്കുക. ഇവിടെ അടിവരയിട്ട് പൂത്തുലഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ ആദ്യത്തേൽ അമ്മയുടെ മനസ്സും മുഖവും പൂത്തുലഞ്ഞു, അമ്മയെയാണ് ഇവിടെ പറയുന്നത്. രണ്ടാമത്തേത് പ്രകൃതിയെയാണ് പറയുന്നത്, പ്രകൃതി പൂത്തുലഞ്ഞു. അപ്പോൾ ഈ പൂത്തുലഞ്ഞു എന്നതിൽ 2 വ്യത്യസ്ത അർത്ഥങ്ങളാണ്. ഇങ്ങനെ 2 മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കാം. 2 മാർക്കിന് 2 ചോദ്യങ്ങളാണ് ഉണ്ടാകുക. മൊത്തം 4 മാർക്ക്. ഓക്കെ, 1 മാർക്കിൻ്റെ 4 ചോദ്യങ്ങൾ ഉണ്ടാകും. 2 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ. ഓക്കെ, 4 മാർക്കിൻ്റെ 5 ചോദ്യങ്ങൾ. അങ്ങനെയാണ് നോക്കുക. 6 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ. അങ്ങനെയാണ് നമുക്ക് മലയാളത്തിൽ ഉണ്ടാവുക. ഓക്കെ, അമ്മയുടെ മനസ്സും മുഖവും പൂത്തുലഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യത്തെ വാക്യത്തിൽ പൂത്തുലഞ്ഞു എന്ന പദത്തിന് സന്തോഷഭരിതമായി എന്നർത്ഥം. സന്തോഷം കൊണ്ട് സന്തോഷം നിറഞ്ഞു എന്നാണ് അർത്ഥം. അമ്മയുടെ മനസ്സിൽ സന്തോഷം നിറയുകയും മുഖത്ത് പുഞ്ചിരി വിടരുകയും ചെയ്തു എന്ന് സാരം. എന്നാൽ രണ്ടാമത്തെ വാക്യത്തിന് വസന്തകാലമായപ്പോൾ പ്രകൃതിയിൽ പൂക്കൾ നിറഞ്ഞു എന്ന അർത്ഥമാണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കോലത്തിൻ്റെ ഇരുണ്ട വഴിയിൽ ഒറ്റപ്പെട്ടു, ആരുടെയും സഹായത്തിന് കാക്കാതെ സ്വയം കരുത്താർജിക്കുകയായിരുന്നു അമ്മ. ഭൂമിയുടെ സ്വപ്നം. സൂചനകളിൽ നിന്ന് അമ്മയുടെ ജീവിതാവസ്ഥയെക്കുറിച്ചുള്ള 2 നിരീക്ഷണങ്ങൾ കുറിക്കുക. ഇവിടെ പറഞ്ഞ കോലത്തിൻ്റെ ഇരുണ്ട വഴിയിൽ ഒറ്റപ്പെട്ടു. പിന്നെന്താണ്? ആരുടെയും സഹായത്തിന് കാക്കാതെ സ്വയം കരുത്താർജിക്കുകയായിരുന്നു അമ്മ. ഈ 2 വാക്കുകളിൽ തെളിയുന്ന അവസ്ഥ എന്താണ്? അകാലത്തിലുള്ള അച്ഛൻ്റെ മരണത്തോടുകൂടി ആരും സഹായത്തിനില്ലാത്ത അവസ്ഥയിലായി അമ്മ. അതാണ് കോലത്തിൻ്റെ ഇരുണ്ട വഴിയിൽ ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആരും സഹായത്തിനില്ലാത്ത അവസ്ഥയായി. എങ്കിലും വിധിക്ക് മുന്നിൽ തോറ്റു കൊടുക്കാൻ തയ്യാറാകാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷി അമ്മ നേടിയെടുത്തു. ഇനി അടുത്ത ചോദ്യം, എൻ്റെ ഗുരുനാഥൻ എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം വ്യക്തമാക്കുക. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വ്യക്തിത്വ സവിശേഷതകളെ പ്രകീർത്തിക്കുന്ന കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. ഗാന്ധിജിയുടെ വ്യക്തിമഹിമകൾ പ്രവചനാതീതമാണ് എന്നാണ് വള്ളത്തോൾ പറയുന്നത്. ലോകത്ത്
ജീവിച്ചിരിക്കുന്ന ആദർശ പുരുഷന്മാരുടെയും ആത്മീയാചാര്യന്മാരുടെയും ജീവിത മൂല്യങ്ങൾ ഗാന്ധിജിയിൽ ഒത്തുചേർന്നിരിക്കുന്നതായി വള്ളത്തോൾ സ്ഥാപിക്കുന്നു. അവരുടെയെല്ലാം സൽഗുണങ്ങൾ ഗാന്ധിജി ഒത്തുചേർന്നിരിക്കുന്ന കവിത ആയതിനാൽ എൻ്റെ ഗുരുനാഥൻ എന്ന തലക്കെട്ട് ഈ കവിതയ്ക്ക് ഉചിതം തന്നെയാണ്. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ പ്രതിപാദിക്കുന്നത് ആരെക്കുറിച്ചാണ്? രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെക്കുറിച്ച്. ഇപ്പോൾ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വ്യക്തി സവിശേഷതകളെക്കുറിച്ച് പ്രകീർത്തിക്കുന്ന കവിതയാണ്. അപ്പോൾ ഗാന്ധിജിയുടെ വ്യക്തിത്വ മഹിമകൾ പ്രവചനാതീതമാണ് എന്നാണ് വള്ളത്തോൾ പറയുന്നത്. അപ്പോൾ വള്ളത്തോൾ എന്താ പറയുന്നത്? ഗാന്ധിജിയുടെ വ്യക്തി ഗുണങ്ങൾ നമുക്ക് പ്രവചിക്കാൻ കൂടി കഴിയാത്തതാണ്. പ്രവചനാതീതം എന്ന് പറഞ്ഞാൽ പ്രവചിക്കാൻ കൂടി അത്രക്കും നല്ല ഗുണഗണങ്ങളുള്ള വ്യക്തിത്വമാണ് നമ്മുടെ ഗാന്ധിജി. ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ആദർശ പുരുഷന്മാരുടെയും ആത്മീയാചാര്യന്മാരുടെയും ജീവിത മൂല്യങ്ങൾ ഗാന്ധിജി ഒത്തുചേർന്നിരിക്കുന്നതായി വള്ളത്തോൾ സ്ഥാപിക്കുന്നു. ഇപ്പോൾ ലോകത്ത് അനേകം ആദർശ പുരുഷന്മാരും അതേപോലെ തന്നെ ആത്മീയ ആചാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഗുണഗണങ്ങളുണ്ട്. അപ്പോൾ വള്ളത്തോൾ പറയുന്നത് എന്താണ്? ഇതിലെല്ലാവരുടെയും ഗുണഗണങ്ങൾ ഗാന്ധിജി എന്ന ഒരാളിൽ ഒത്തുചേർത്തിരിക്കുന്നു എന്നാണ്. അവരുടെയെല്ലാം സൽഗുണങ്ങൾ ഗാന്ധിജിയിൽ ഒത്തുചേർന്നിരിക്കുന്ന കവിത ആയതിനാൽ എൻ്റെ ഗുരുനാഥൻ എന്ന തലക്കെട്ട് ഈ കവിതയ്ക്ക് ഉചിതം തന്നെയാണ്. ഓക്കെ, അപ്പോൾ 2 ചോദ്യങ്ങളാണ് 2 മാർക്കിന് ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്ത 4 മാർക്കിൻ്റെ 5 ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം നോക്കാം. ഏതെന്നറിഞ്ഞാൽ മറ്റെല്ലാം അറിയാം വേദം. വിശപ്പെന്നറിഞ്ഞുകൊണ്ടേൻ പൈക്കുന്ന പള്ളി കിര തേടി വാടുന്ന പാപത്തെയും കാണാൻ പടച്ചവന്. ഉമ്മയുടെ എന്ത് മനോഭാവമാണ് ഈ വരികളിൽ തെളിയുന്നത്? അപ്പം വേദം അറിവാണ്. ഏതൊരു കാര്യം അറിഞ്ഞാലാണോ യഥാർത്ഥ അറിവുണ്ടാകുന്നത്? അതാണ് യഥാർത്ഥ വേദം. വേദം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? അറിവ് എന്ന് പറയാം, അറിവാണ്. അപ്പം നമ്മൾ ഏത് കാര്യം അറിഞ്ഞാലാണോ യഥാർത്ഥ അറിവുണ്ടാകുന്നത് അതാണ് യഥാർത്ഥ വേദം. ഇവിടെ അറിവ് എന്താണ്? വിശക്കുന്നവന് ദൈവത്തെ കാണാം. ആഹാരം കൊടുക്കുന്നതാണ് യഥാർത്ഥ ദൈവപൂജ. അന്യനെ ഊട്ടുന്ന അമ്മയുടെ യത്നം കണ്ട് മനസ്സ് കുളിർന്നു പോയി ആ കവി, അതായത് മകൻ, തൻ്റെ മനസ്സിൻ്റെ കാപട്യത്താൽ ഏറെ ദുഃഖിച്ചു. എൻ്റെ ചോറും ഈ കഞ്ഞിക്കലത്തിലിട്ട് ഇളക്കി വിളമ്പി തരുവാൻ ഉമ്മയോട് പറഞ്ഞപ്പോൾ അവരും വിതുമ്പിപ്പോയി. ആഹാരത്തിന് ഗതിയില്ലാത്തവന് അത് കൊടുക്കുന്നത് ദൈവപൂജയ്ക്ക് തുല്യമാണ്. ഇവിടെ ഉമ്മ ചെയ്യുന്നതും ദൈവപൂജയ്ക്ക് തുല്യമാണ്. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ അറിയാത്തവർക്ക് ദൈവത്തെ കാണാനോ അറിയാനോ സാധിക്കില്ല. ഇവിടെ അവരൻ്റെ വേദനകൾ സ്വന്തം വേദനയായി കാണുന്നു എന്നതാണ് ഉമ്മയുടെ വാക്കുകളിൽ തെളിയുന്നത്. ഭക്ഷണം കഴിക്കാതെ പിടങ്ങി നിന്നിരുന്ന കുട്ടിയുടെ മനംമാറ്റത്തിന് കാരണം എന്തായിരുന്നു? ഉമ്മ വിളമ്പി വെച്ച ചോറ് കണ്ട് കുട്ടി മുഖം കറുപ്പിച്ചു നിന്നു. മീൻകറിയും ഉപ്പേരിയും ഇല്ലാതിരുന്നത് കൊണ്ട് ഊണ് കഴിക്കാതെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പോഴാണ് വടിക്കിന് മുറ്റത്ത് ഒരാൾക്കൂട്ടം കണ്ടത്. പട്ടിണി പാവങ്ങൾക്ക് ഉമ്മ കഞ്ഞി പകർന്നു കൊടുക്കുന്നത് അവൻ കണ്ടു. ആ കഞ്ഞിയിൽ വറ്റ് തീരെ കുറവായിരുന്നു. ഇത് കണ്ടതോടെ അവന് മനം മാറ്റം ഉണ്ടായി. അടുത്ത 4 മാർക്കിൻ്റെ ചോദ്യം നോക്കാം. വേഷം വരാറായി. കൃഷ്ണനും യവനനും തമ്മിൽ ഏറ്റുമുട്ടുന്ന രംഗമാണ്. ആശാൻ്റെ യവനനാണ് അരങ്ങൊഴിയുന്നതിനു മുമ്പുള്ള അവസാനത്തെ വേഷം. അതുകൊണ്ട് അരങ്ങ് തകർക്കുന്ന കളിയാവും. കീർത്തിമുദ്ര. ആശാൻ്റെ കഥാപാത്രങ്ങളിൽ കാണികൾ ഇത്രയേറെ പ്രതീക്ഷ പുലർത്തുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? വിശദമാക്കുക. കീർത്തിമുദ്ര എന്ന കഥയിലെ ആശാൻ കളിയോഗത്തോട് വിടവാങ്ങുന്ന അവസാനത്തെ അരങ്ങേറ്റമാണ് നടക്കുന്നത്. അപ്പം കീർത്തിമുദ്ര എന്ന കഥ നിങ്ങൾ വായിച്ചു. അപ്പോൾ കഥയിലെ ആശാന് കളിയോഗത്തോട് തന്നെ വിട പറയുന്ന അവസാനത്തെ അരങ്ങേറ്റമാണ് അവിടെ നടക്കുന്നത്. യവനൻ്റെ വേഷമാണ് വേദിയിൽ ആടുന്നത്. അരങ്ങൊഴുന്നതിന് മുമ്പുള്ള ആ കളി കാണാൻ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. 3/4 നൂറ്റാണ്ട് കാലം ജീവിതം കലയ്ക്കു വേണ്ടി സമർപ്പിച്ച ആശാനാണ് കാണികളുടെ മനം കവർന്ന യവന വേഷം കെട്ടി ആടുന്നത്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ആ വേഷം അവതരിപ്പിക്കുന്നത് അരങ്ങു തകർക്കുന്ന കളിയാകും എന്ന് കാണികൾ പ്രതീക്ഷിക്കുന്നത്. അടുത്ത 4 മാർക്കിൻ്റെ ചോദ്യം നോക്കാം. ഭൂമിയെയും അമ്മയെയും ബന്ധപ്പെടുത്തി ഡോക്ടർ ജോർജ് ഓണക്കൂർ മുന്നോട്ട് വയ്ക്കുന്ന ചിന്തകൾ എന്തെല്ലാമാണ്? വിലയിരുത്തി എഴുതുക. ഭാരതത്തിൻ്റെ ആധ്യാത്മിക അംശങ്ങളും പൈതൃക സമ്പത്തും പശ്ചാത്തലമായി വരുന്ന നോവലാണ് പ്രണയ താഴ്വരയിലെ ദേവദാരു. ജനിച്ച നാടിനു വേണ്ടി മകനെ സമർപ്പിക്കുന്ന ഒരമ്മയുടെ ചിത്രമാണ് ഇതിൽ തെളിയുന്നത്. മകനോടുള്ള അമ്മയുടെ സ്നേഹവും കരുതലും നോവലിൽ ദൃശ്യമാണ്. ഭീമയും അമ്മയും ഒരേ ധർമ്മമാണ് ഈ കഥയിൽ നിർവഹിക്കുന്നത്. രണ്ടും ത്യാഗത്തിൻ്റെ പ്രതീകങ്ങളാണ്. സർവം സഹയാണ് ഭൂമിയും അമ്മയും. രണ്ടും സൽഗുണങ്ങളുടെ വിളനിലയാണ്.
മൂവർണ്ണക്കൊടിയിലൂടെ ഭാരതാംബയെ സൂചിപ്പിക്കുന്നു. ഇന്ത്യയുടെ മണ്ണിനെ മഹാത്മരായ മഹാത്മാഗാന്ധിയും ടാഗോറും ശ്രീബുദ്ധനും അശോകനും ശങ്കരാചാര്യരും ഗാന്ധിജിയുമെല്ലാം ജനിച്ച ശാന്തമായ ഭൂമിയായാണ് കണക്കാക്കുന്നത്. പിന്നീട് കഥാനായകൻ്റെ നാട്, അവിടെ വിധവയായ മാതാവ്, അവരുടെ പ്രിയപുത്രൻ മകൻ്റെ ഉയർച്ച മാത്രം ആഗ്രഹിച്ച ത്യാഗപൂർണമായ ജീവിതം നയിക്കുകയാണ് ആ അമ്മ. അമ്മ മകനോട്, നാടിനോടും സംസ്കാരത്തോടും സ്നേഹിക്കുകയാണ് പറയുന്നത്. അങ്ങനെ വിവിധ മാതൃബിംബങ്ങളുടെ ആ മഹനീയമായ സാന്നിധ്യം നോവലിൽ വരച്ചു കാണിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, ഗാന്ധിജി എല്ലായ്പ്പോഴും ചാഞ്ചല്യമില്ലാത്ത മനസ്സിനുടമയാണെന്ന് വ്യക്തമാക്കുന്ന വരികളും അവയുടെ ആശയവും എഴുതുക. താരകാമണിമാല ചാർത്തിയാൽ അതും കൊള്ളാം, കാറണിച്ചളി നീളെ പുരണ്ടാൽ അതും കൊള്ളാം, മെല്ലിഹ സമം ലേപം എന്നിവ സമസ്വച്ഛമല്ലയോ വിഹായസ വണ്ണമൻ ഗുരുനാഥൻ. ലോകം തറവാടുമായും ജീവജാലങ്ങൾ തറവാട്ടിലെ അംഗങ്ങളായും കരുതിപ്പോന്ന യോഗിയാണ് മഹാത്മാഗാന്ധി. നക്ഷത്രമാല അണിയുമ്പോഴും കാർമേഘം കൊണ്ട് നിറയുമ്പോഴും ആകാശം ഒരുപോലെയാണ്. ഈ ആകാശമാണ് അദ്ദേഹം കണ്ടിരുന്നത്. സുഖത്തിലോ ദുഃഖത്തിലോ സ്തുതിയിലോ നിന്ദയിലോ അമിത സന്തോഷമോ സങ്കടമോ ഗാന്ധിജിക്കില്ലായിരുന്നു. യാതൊരു ചാഞ്ചല്യവുമില്ലാത്ത മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം. ഇനി അടുത്ത ചോദ്യം നോക്കാം. 3 ചോദ്യങ്ങളുണ്ടാവും. അതിൽ 2 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 6 മാർക്ക് വീതമാണ് ഈ ചോദ്യത്തിന് ഉത്തരമുള്ളത്. ആദ്യത്തെ ചോദ്യം, പ്രകൃതി സൗന്ദര്യത്തിൽ ആനന്ദിക്കുന്ന കവി, പ്രകൃതിയെ ആരാധിക്കുന്ന കവി, പ്രകൃതി ഭാവം കലർത്തുന്ന കവി. കളിയച്ഛൻ ജനിക്കുന്നു എന്ന പാഠഭാഗം മുൻനിർത്തി പ്രകൃതിയും പി കുഞ്ഞിരാമൻ നായരുടെ കവിതയും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. രണ്ടാമത്തേത്, കവിതയോട് എന്ന കവിത പഠിച്ചല്ലോ, ആ കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. അപ്പം നമുക്ക് പി കുഞ്ഞിരാമൻ നായരെക്കുറിച്ചുള്ള 6 മാർക്കിൻ്റെ ചോദ്യത്തിൻ്റെ ഡിസ്കഷൻ തുടങ്ങാം. മലയാള കവിതാ സാഹിത്യ ചരിത്രത്തിലെ നിത്യവിസ്മയമാണ് പി കുഞ്ഞിരാമൻ നായർ. മലയാള കവിതാ സാഹിത്യ ചരിത്രത്തിലെ നിത്യവിസ്മയമാണ് പി കുഞ്ഞിരാമൻ നായർ. കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം പിയെ പോലെ കേരളീയർക്ക് വേണ്ടി ഒരു കേരളീയനായി നിന്നുകൊണ്ട് പാടിയ മറ്റൊരു കവിയും നമുക്കില്ല. കേരളത്തിൻ്റെ പ്രകൃതിയെ മാതാവിന് തുല്യം കണ്ടിരുന്ന അദ്ദേഹം പ്രകൃതിയുടെ ഓരോ ചലനവും ബിംബഭംഗിയോടെയാണ് കവിതകളിൽ പകർത്തിയിരുന്നത്. പ്രകൃതിയുടെ ഓരോ അംശത്തിലും മനുഷ്യാത്മാവിൻ്റെ വിവിധ മുഖങ്ങൾ ദർശിച്ച കവിയാണ് അദ്ദേഹം. പ്രകൃതിയില്ലാതെ ഒന്നും എഴുതാൻ കഴിയില്ല എന്ന് തെളിയിക്കുന്നതാണ് പിയുടെ ആത്മകഥാഭാഗമായ കളിയച്ഛൻ ജനിക്കുന്നു എന്ന പാഠഭാഗം. കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം സ്വന്തം കവിതയുടെ ജീവനാക്കുകയും മറ്റു കവികളിൽ നിന്ന് വ്യത്യസ്തമായി അത് ആവിഷ്കരിക്കുകയും ചെയ്ത കവിയാണ് പി. പ്രകൃതിയിലാകെ മനുഷ്യ ചൈതന്യം ദർശിക്കുവാൻ കവിക്ക് കഴിഞ്ഞു. അചേതനങ്ങളെ മാനവീകരിക്കുന്ന ഈ പ്രക്രിയ കണ്ടിട്ടാവണം പി കുഞ്ഞിരാമൻ നായർ ടാഗോറിന് അനന്തരാവകാശിയാണെന്ന് പ്രൊഫസർ എം ലീലാവതി പറഞ്ഞത്. അചേതന പ്രകൃതിയിൽ മാനുഷികത അവലംബിക്കുന്ന 100 കണക്കിന് ബിംബങ്ങൾ കവി ആവിഷ്കരിക്കുന്നുണ്ട്. ഇനി അടുത്തത്, കവിതയോട് എന്ന കവിതയുടെ ആസ്വാദന കുറിപ്പാണ്. സ്വന്തം അമ്മയായി പ്രകൃതിയെ കാണുന്ന കവിയാണ് ഉബൈദ്. അമ്മയെ അന്വേഷിച്ച് അലയുകയാണ് അദ്ദേഹം. ഉദയസൂര്യൻ്റെയും അസ്തമയ സൂര്യൻ്റെയും ചിത്രം അതിമനോഹരമായി കവി വരച്ചു കാട്ടുന്നു. പുലരിയുടെ മടിത്തട്ടിൽ കിടത്തി താലോലിക്കുന്ന തങ്ക പൂങ്കുമരനായി സൂര്യനെ വർണ്ണിക്കുന്നു. പടിഞ്ഞാറ് തടാകത്തെ കുളി കഴിഞ്ഞ് പൊൻപട്ടുടുത്ത് സൂര്യദീപവും കയ്യിലേന്തി സന്ധ്യ പ്രാർത്ഥനക്കായി എത്തുന്നു. കൃഷിക്കാരന് നൽകാൻ ജലഗണങ്ങളാകുന്ന രത്നങ്ങൾ നിറച്ച ഇരുമ്പ് പെട്ടികൾ ആകാശമാകുന്ന തട്ടിൻപുറത്ത് നിറച്ചു വെച്ചിരിക്കുന്നു. മഴവില്ലാകുന്ന മാണിക്യമാലയും പൊൻമിന്നലാകുന്ന അരഞ്ഞാണവും അവിടെ കവി കാണുന്നു. കുയിലിൻ്റെ പാട്ടിൽ പ്രകൃതി മാതാവിൻ്റെ താരാട്ടുപാട്ടിൻ്റെ ഈണമാണ് കവി കേൾക്കുന്നത്. അരുവികളിലെ ഓളങ്ങൾ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിൽ അമ്മയുടെ മൃദുലമായ കരഘോഷം കേൾക്കുന്നു എങ്കിലും അമ്മയുടെ കാൽപ്പാടുകൾ എല്ലായിടത്തും കാണുന്നുണ്ടെങ്കിലും അമ്മയെ മാത്രം കവി കാണുന്നില്ല. പ്രകൃതിയാകുന്ന അമ്മയെ പല രൂപത്തിലും ഭാവത്തിലും എല്ലായിടത്തും കാണാൻ കഴിയുമെന്നും അത് കാണാനും തിരിച്ചറിയാനും ഏവർക്കും കഴിയട്ടെ എന്നുമാണ് കവി പ്രാർത്ഥിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പുതിയ തലമുറയെക്കുറിച്ചുള്ള 2 എഴുത്തുകാരുടെ കാഴ്ചപ്പാടുകൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. എൻ്റെ വേവലാതി പക്ഷേ അതൊന്നുമല്ല. കുട്ടികൾ വളരുകയാണ്. വർണ്ണത്തിളപ്പിൻ്റെ ലോകം വളരെ പെട്ടെന്ന് അവരെ മാറ്റിമറിക്കും. അമ്മമ്മ ഉള്ളലിന്നോതിനേൻ എൻ്റെ ചോറുമാ കഞ്ഞിവെള്ളത്തിലിട്ട് വിളമ്പിക്കൊള്ളൂ. വേദം. പുതിയ തലമുറയെക്കുറിച്ച് 2 എഴുത്തുകാരുടെയും കാഴ്ചപ്പാടുകൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട 3 പേരെ കുട്ടികൾക്ക്
മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന വൃദ്ധയും വിധവയുമായ ഒരു മുത്തശ്ശിയുടെ അനുഭവത്തെയാണ് അമ്മമ്മയിലൂടെ പി. സുരേന്ദ്രൻ അവതരിപ്പിക്കുന്നത്. ഹോസ്റ്റൽ സൗകര്യമുള്ള സ്കൂളിൽ ചേർത്ത തൻ്റെ കുട്ടികളെ പൊന്നുപോലെ നോക്കണേ എന്ന് അവർ അധ്യാപകരോട് യാചിക്കുന്നു. അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ കുട്ടികൾ എത്തിച്ചേരണമെന്നില്ല. ലോകം വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ വർണ്ണത്തിളപ്പിൽ അവർക്ക് മാറ്റമുണ്ടാകും. അതങ്ങനെ ആയിത്തീരുമെന്ന ആശങ്കയാണ് ഈ അനുഭവക്കുറിപ്പിലൂടെ അവതരിപ്പിക്കുന്നത്. ആ കുട്ടിയിൽ നിന്നും വ്യത്യസ്തനായ ഒരു കുട്ടിയാണ് വേദം എന്ന കവിതയിലൂടെ യൂസഫ് അലി കേച്ചേരി അവതരിപ്പിക്കുന്നത്. ബ്രിട്ടീഷ് ആധിപത്യവും യുദ്ധവും മൂലം പട്ടിണി മരണവും ദാരിദ്ര്യവും കൊടുമ്പിരി കൊള്ളുന്ന അവസ്ഥയിലും ദാരിദ്ര്യം അറിയാതെ വളരുന്ന ഒരു കുട്ടിക്കുണ്ടായ മാറ്റത്തെയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. ആ കുട്ടി ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഭക്ഷണം ലഭിക്കാത്തതിനാൽ കലഹിച്ച് വീട്ടുമുറ്റത്ത് നിൽക്കുന്ന അവസ്ഥയിൽ ആരെയും ഞെട്ടിക്കുന്ന ദൃശ്യമാണ് അവൻ കാണുന്നത്. ഒന്നും കഴിക്കാതെ ഉണ്ണാവ്രതവുമായി തൻ്റെ ഉമ്മ പട്ടിണി കിടക്കുന്നവർക്ക് കഞ്ഞി വിളമ്പി കൊടുക്കുന്നത്. അതിൽ പേരിന് മാത്രമേ ചോറുള്ളൂ. ആ ദയനീയാവസ്ഥ കണ്ട് മനസ്സലിന് തൻ്റെ ചോറ് കൂടിയും ആ കഞ്ഞിവെള്ളത്തിലിട്ട് ആ പാവപ്പെട്ടവർക്ക് വിളമ്പിക്കൊടുക്കാൻ ഉമ്മയോട് ആവശ്യപ്പെടുന്നു. അത് അവൻ്റെ മനസ്സിലുണ്ടാക്കിയ പരിവർത്തനത്തിൻ്റെ തെളിവാണ്. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സഹതപിച്ച് തൻ്റെ അന്നം പോലും അവർക്ക് നൽകാൻ തയ്യാറാവുന്ന കുട്ടിയുടെ മനോഭാവം ഭാവി തലമുറയ്ക്ക് അനുകരണീയമാണ്. ഇപ്പോൾ നമ്മൾ ഒരു ചോദ്യപേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. ഇതിൽ വ്യത്യസ്ത വർഷങ്ങളിൽ വ്യത്യസ്ത ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 4 മാർക്കിന് 1 മാർക്കാണ് ഉണ്ടാവുക. 2 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ, അതേപോലെ തന്നെ 5 എഴുതണം. 4 മാർക്കിൻ്റെ 5 ചോദ്യങ്ങൾ, അതേപോലെ 6 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ. ഇങ്ങനെയായിരിക്കും നമ്മുടെ ചോദ്യങ്ങൾ ഉണ്ടാകുക. അതിൽ 5 ചോദ്യങ്ങൾ എഴുതാനുള്ളിടത്ത് നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. എല്ലാത്തിനും നമുക്ക് ഓരോ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ എഴുതുക. നമുക്ക് വീണ്ടും കേരള പാഠാവലിയുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.